ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അത് രാവിലെ തന്നെ എഴുന്നേറ്റ് ചായ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് ഗ്രീൻ പീസ് കടലും ഉരുളക്കിഴങ്ങും കൂടി ഒരു കുത്തിക്കാച്ച് അങ്ങനെ പറയാം. മാങ്ങക്കറി വെക്കണം എന്നൊക്കെ വിചാരിച്ച് നോക്കിയപ്പോൾ നാളികേരം ഒരു ചെറിയൊരു സ്മെല്ല്, ഒരു നാളികേരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ മാങ്ങക്കറിക്കൊക്കെ എന്ന് വെച്ചാൽ നല്ല നാളികേരം വേണം, നല്ല നാളികേരപ്പാൽ പിഴിഞ്ഞ് വയ്ക്കണം, എന്നാലാണ് മാങ്ങക്കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ആ മാങ്ങക്കറി പരിപാടി അങ്ങോട്ട് വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഇത് കുത്തിക്കാച്ചിൽ മാത്രമാക്കി മാറ്റി കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ വലിയൊരു ജോലി എന്ന് പറയുന്നത് ഇന്നില്ല. അപ്പോൾ അത് ഞാൻ ഒന്ന് കഴുകി ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസ് കറിലും കൂടി ഇത്തിരി ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് കണ്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനത് ചായ എടുത്ത് കുടിക്കാനായിട്ട് ഡ്രസ്സ് മാറിയിട്ടില്ല, അത് കാരണം കൊണ്ടാണ് നേരെ വീഡിയോ പിടിക്കാത്തത്. ഡ്രസ്സ് മാറിയില്ലെങ്കിൽ എനിക്കൊരു അസ്വസ്ഥതയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പാൽച്ചായ ഉണ്ടായിരുന്നില്ല, ചില ദിവസം ഉണ്ടാവും ചില ദിവസം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ചിലപ്പോൾ വാങ്ങിക്കാൻ മറന്നു പോകണമെന്നാണത്. ഇവിടെ എത്തിയിട്ട് പിന്നെ തിരിച്ചു പോയി വാങ്ങിക്കാമെന്ന് പറയുന്നത് വലിയ എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇതൊന്നും ഞാൻ മടക്കി വെച്ചില്ല എന്ന് ആലോചിച്ചത്. ഞാനും ചേട്ടനും ഇവിടെ കിടക്കുക കേട്ടോ. ഇപ്പോൾ ഓവർ ചൂടല്ലേ, കട്ടിലുമൊക്കെ കിടക്കുമ്പോൾ തീരെ പറ്റണില്ല, മുറി അടച്ചിട്ടൊക്കെ കിടക്കുമ്പോഴേ തീരെ എയർ പാസിങ് ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ മുകളിലത്തെ നമ്മുടെ കോണിമ ജനല തുറന്നിട്ടിട്ട് ഇവിടെ കിടക്കുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. ഒട്ടും ചൂടുണ്ടാവില്ല, നല്ല തണുപ്പ്, പൊതച്ച് മൂടി കിടക്കാം. ഞാൻ പുതപ്പൊക്കെ മുടക്കണ കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ പൊതച്ചിട്ടൊക്കെ സുഖമായിട്ട് കിടക്കാം കേട്ടോ. എ സി ഒന്നും വേണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മുടെ തൃശ്ശൂരാണെങ്കിൽ ഇപ്പോൾ കഷ്ടപ്പെട്ടാന്ന് വെച്ചാൽ അത്ര ചൂടാണ് ഇപ്പോൾ തൃശ്ശൂർ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഈ വെട്ടുകാടായ കാരണം കൊണ്ട് നമുക്ക് എന്താ പറയണ ഈ ഒരു കാടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പുറത്തെ സൈഡിലൊക്കെ. അപ്പോൾ അവിടെ മരങ്ങളും നിറയെ മരങ്ങളൊക്കെ അല്ലേ, അത് കാരണം തോന്നുന്നുണ്ട് നമുക്ക് ഇത്തിരി തണുപ്പ് തന്നെയാണ് കേട്ടോ. ഇവിടെ പകലൊക്കെ ഇത്തിരി ചൂടുണ്ടാവും, പക്ഷേ എന്നാലും കാറ്റൊക്കെ ഉണ്ടാവും നന്നായിട്ട്. നല്ല കാലാവസ്ഥയാണ്. പിന്നെ വണ്ടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, യാത്രാ സൗകര്യമാണോ. ബസ്സൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ തൃശ്ശൂർക്ക് എപ്പോൾ വേണമെങ്കിലും. അപ്പോൾ അങ്ങനെ ആ വിശേഷങ്ങൾ. പിന്നെ ഇത് കുത്തി കാച്ചാനായിട്ട് വന്ന് നോക്കിയപ്പോൾ മുളക് പൊടി പൊടിച്ച് വെച്ചത് കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അതും ഒന്ന് പൊടിച്ചെടുത്തു. പിന്നെ ഉള്ളിയും നന്നാക്കിയെടുത്തു, വെളിച്ചെണ്ണ ഒഴിച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് മൂപ്പിച്ച് അതിലേക്ക് ചതച്ച മുളക് പൊടിയും കൂടി ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് ഇതായത് കാച്ചി. നമ്മുടെ ആദ്യത്തിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. അത് കാരണം അപ്പം തന്നെ ഫുഡ് കഴിക്കാൻ വന്നു. നീ മൂളണ്ട, ഞാൻ ഒഴിയില്ലേ മുഴിയൊരു സുഖില്ലേ. അതിപ്പോ കൂടിയൊക്കെ മര്യാദട്ടെ ഒട്ടും മുഴ ഫുള്ള് മുഴയും പൊട്ടല്ലേ. സുഖം വേണ്ട ഒഴിയ മനുഷ്യന്. ഞാനിട്ട് വിളവ് വെള്ളാനെ പോയിട്ട് കുറച്ച് ഒഴിഞ്ഞു. അപ്പൊ കണ്ടപ്പോ നോക്കണ് ഓടിനൊന്നുമില്ലേ. രാവിലെ പിന്നെ ഉറക്കപ്പിച്ചല്ലേ, എന്തെങ്കിലും കേട്ടട്ടെ, ഞാൻ ഉറങ്ങട്ടെ പോയി എൻ്റെ. അപ്പോൾ ചേട്ടൻ ഞാനൊരു മുട്ടയും കൂടി പൊരിച്ച് കണ്ടിട്ട് ചോറ് കൊടുത്തു വിട്ടു. പിന്നെ ഞാൻ ആലോചിച്ച എനിക്ക് ഓഫീസിൽ പോകുമ്പോൾ കടയിലെ ചേച്ചി പറയും പൂച്ചക്കുട്ടികൾക്ക് ചെമ്മീൻ പൊടിച്ച് ചോറ് കൊടുക്കണ കഥ പറയും. ബാക്കിയുള്ളവർക്കൊരു ചെമ്മീനും ഇത്തിരി വാങ്ങിയിട്ടിട്ട് ഒരു ചമ്മന്തി അടിച്ച് കൊണ്ടുവരാം, അത് അവൾക്ക് പറ്റില്ല, പൂച്ചയ്ക്ക് കൊടുക്കാനാ തിരക്കെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഇന്ന് ഞാൻ അങ്ങനെ ആലോചിച്ച് കണ്ടിട്ട് ചെമ്മീനും വാങ്ങിയൊക്കെ ചമ്മന്തി അരച്ചു, ഒരു മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കി, പിന്നെ നമ്മുടെ കറി ഉണ്ടല്ലോ അങ്ങനെ വിചാരിച്ചു. പക്ഷേ നമ്മുടെ ഈ ചെമ്മീനും വാങ്ങിക്ക് ഇന്ന് ഒരു ഓട്ടവും ഓഫീസിലുണ്ടായിരുന്നില്ല. ഞങ്ങൾ 3 പേര് ഒരുമിച്ച്, അവിടെ സ്ത്രീകളായിട്ടുള്ളത് 3 പേരാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് ഇരുന്ന് ഫുഡ് കഴിക്കാറ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ഈ 2 തരം കറി ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ ഇതേപോലെ ചമ്മന്തിയോ മീൻ വറുത്തതോ അച്ചാറോ അങ്ങനെയൊക്കെ ഇടും. അപ്പോൾ 3 ആളുടെയും കൂടി അത്രയും കറികളാകുമ്പോൾ ഇഷ്ടം പോലെ കറികളല്ലേ. അപ്പോൾ വേറൊരു ചേച്ചി എനിക്ക് എന്താ പറയുക മാങ്ങിയിട്ട് വെച്ചാൽ നമ്മുടെ കിളിമീൻ എന്ന് പറയും, മഞ്ഞക്കോര എന്നൊക്കെ പറയണ മീനില്ലേ, അത് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട, മാങ്ങിയിട്ട് വെച്ച മീൻ കറി ഉണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ ഈ ചെമ്മീൻ ചമ്മന്തി അങ്ങനെ എടുക്കേണ്ടി വന്നില്ല. ഞാൻ പോരണ വഴിക്ക് വെട്ടുകാടുന്ന് പോരണ വഴിക്ക് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ മയിൽ നിൽക്കുന്നതാട്ടോ, നല്ല പീലിയുള്ള അൺമയിൽ. പിന്നെ അതാ വീട്ടിലെത്തി. ചാച്ചന് അമ്മമ്മേരെ കടയിലൊന്നും എനിക്കറിയില്ലേ. മറ്റേ കത്തിരിയോട് മുറിച്ചൂടെ, ഈ കത്തിരി മുറിയില്ല കിട്ടിയില്ലേ. വേറെ എന്തോരം കടകളുണ്ട് ഇവിടെ. പിന്നെ ഞാൻ മറ്റേ മാപ്പിളേരെ കടയിൽ പോയി. അപ്പോൾ ഇതിരിക്കും നോക്കിയപ്പോൾ 40 രൂപ. അപ്പോൾ എടുത്തു. സ്വീറ്റാന്ന് തോന്നുന്നുണ്ട് അല്ലേ. പക്ഷെ നിനക്കൊരു ദിവസം മേടിച്ചോണ്ടിരുന്നു, നിനക്ക് നല്ല ഇഷ്ടമായി ഉണ്ടായിരുന്നു. ഒരു ദിവസം മേടിച്ചിട്ടുണ്ട്. ചായ ഉണ്ടാ? ചായ ഇല്ലല്ലോ.
എന്തേ എന്തേ അപ്പോൾ ആദ്യത്തിന് ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വല്ല 10 രൂപയുടെ ബിസ്ക്കറ്റ് മതി, ബാക്കിയുള്ളത് അച്ഛനോട് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ 10 രൂപയുടെ ബിസ്ക്കറ്റൊന്നും ഞാൻ കടയിൽ കയറിയപ്പോൾ കണ്ടില്ല. ഞാനും കയറിയത് നമ്മുടെ റിജോ ബേക്കറിയിലാണ്. അപ്പോൾ അവിടെ പോയാൽ 10 രൂപയുടെ ബിസ്ക്കറ്റൊക്കെ ആര് തരാൻ? അപ്പം ഞാൻ നോക്കിയപ്പോൾ അവിടെയൊക്കെ 50 രൂപയാണ്. അപ്പോൾ അതിലേക്കാളും നല്ലത് ഇതല്ലേ, അവന് ഇഷ്ടപ്പെട്ട ഇത് ആദ്യത്തിന് നല്ല ഇഷ്ടമാണ്. പക്ഷേ എനിക്കും ശ്രീകുട്ടനൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. എന്നാലും പിന്നെ ഞാനത് വാങ്ങിച്ചു, ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അവന് ഇഷ്ടപ്പെട്ട മതി. അവനാണ് അങ്ങനത്തെ പലഹാരങ്ങളോടൊക്കെ ഒരു ഇഷ്ടം കൂടുതൽ. ശ്രീകുട്ടൻ എനിക്ക് ഇത്തിരി ചോറൊക്കെയാണ് കേട്ടോ കുറച്ച് കൂടുതൽ ഇഷ്ടം. എന്നാലും പിന്നെ ഞങ്ങളൊരു ചായയൊക്കെ വെച്ച്, ചായ ഞാൻ മാത്രമേ കുടിച്ചോളൂ കേട്ടോ. ശ്രീകുട്ടൻ ചായയിൽ പഞ്ചസാര ഇടുന്ന് ഞാൻ പൂച്ചക്കുട്ടികൾക്ക് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. എന്നുവെച്ചാൽ അവരിങ്ങനെ തുള്ളി കളിച്ച് നിൽക്കുക. ഞാൻ വരത് കാത്തിരിക്കുന്നവരാണ് അവർ. അപ്പോൾ അവർക്ക് ആദ്യം ഫുഡ് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഹോളിൽ വന്നിരുന്ന് വർത്താനം പറഞ്ഞു കേട്ടോ. അത് കഴിച്ചു. ചേട്ടൻ വരാറാകണുള്ളൂ കേട്ടോ. ചായലേറെ പാത്രമൊക്കെ കാണാനില്ലല്ലോ. എവിടെ പോയി? കിട്ടി ചായ ജ്യൂസ് ഉണ്ടാക്കണല്ലേ ശരിക്കും? വാങ്ങിക്കണ നിർബന്ധമൊന്നുമില്ലേ? കുറവായിട്ടോ നമുക്ക് അവിടെ പാലിട്ടിരിക്കാം. അങ്ങനെ ഞങ്ങൾ വന്ന് ഹാളിലിരുന്നു കേട്ടോ. അവിടെ ആകുമ്പോൾ ഫാൻ ഇട്ടിട്ടിരിക്കാമല്ലോ. പിന്നെ വാതിലും കൂടി ഒന്ന് തുറന്നിട്ടുണ്ടെങ്കിൽ നല്ല തണുത്ത കാറ്റായി. പിന്നെ നമുക്ക് അങ്ങനെ ചൂടെടുക്കില്ല കേട്ടോ. ജോലി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നല്ല ചൂടെടുക്കലല്ലേ. വന്ന വഴി ഡ്രസ്സൊക്കെ മാറാം. പക്ഷെ ഞാൻ വന്നു കഴിഞ്ഞാൽ വേഗം പൂച്ചയ്ക്ക് ചോറ് കൊടുക്കണ്ട, ഒരു നിവൃത്തിയില്ല. ഇവർക്ക് പിന്നെ അവരൊക്കെ അങ്ങനെ നിവൃത്തികേടൊന്നുമില്ല കേട്ടോ. അവർ വേണമെങ്കിൽ അവർ ഇത്തിരി ഫുഡൊക്കെ എടുത്ത് കഴിച്ചോളും. അങ്ങനെ തന്നെ കാത്തു നിൽക്കൊന്നുമില്ല. ചില ദിവസം ചോറ് ഇഷ്ടമില്ല എന്ന് തോന്നുമ്പോഴാണ് നമ്മുടെ ആദ്യത്തെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ച് പറയുന്നത്. മീൻ വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചിന്ന് പോയതാണ് കേട്ടോ. പക്ഷേ മീൻകാരൻ ഇന്ന് ഉണ്ടായിരുന്നില്ല. മീൻകാരൻ്റെ വണ്ടി കേടായിട്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ രക്ഷയില്ല. പിന്നെ ചേട്ടനോട് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള കറി എന്ന് വെച്ചാൽ പിന്നെ പരിപ്പ് കുത്തി കാച്ചതാണല്ലോ. അപ്പോൾ ചേട്ടനോട് പരിപ്പ് വാങ്ങിച്ചുകൊണ്ടിരാൻ വിളിച്ചു പറഞ്ഞു. നമ്മുടെ വീട്ടുകാരന് പരിപ്പ് വാങ്ങിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമേ അല്ല. പൊട്ട പരിപ്പാണ് കേട്ടോ എപ്പോഴും കിട്ടുക. ക്വാളിറ്റി കുറവുള്ളതായിരിക്കാം. വേവില്ല. അങ്ങനെ അങ്ങനെ എന്താ പറയുക, മലർന്നിങ്ങനെ ഇരിക്കണ പോലെ ഇരിക്കുക ആ പരിപ്പ്. ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം പരിപ്പ് കുത്തി വെച്ചാലൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. സാമ്പാറിനും ടേസ്റ്റ് ഉണ്ടാവില്ല. അത് കാരണം അങ്ങനെ ഞാൻ പരമാവധി വാങ്ങിക്കാറില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവർ അവരുടേതായ കാര്യങ്ങൾക്ക് പോയി. ഞാൻ വേഗം വിചാരിച്ചു ഇനിയിപ്പം ഏതായാലും ആ ചോറ് അങ്ങോട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ട് പിന്നെ പാത്രം 2 ഉള്ളൂ കേട്ടോ. അങ്ങനെ അധികം പാത്രങ്ങളൊന്നുമില്ല. അതും കൂടി ഒന്ന് കഴുകി വെച്ചിട്ട് അങ്ങോട്ട് പിന്നെ ഡ്രസ്സ് മാറിയിട്ട് അവിടെ കുറച്ച് നേരം കിടന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എപ്പോഴും നമ്മൾ പണി തന്നെ ആയി പറ്റില്ല. പണി എടുക്കുകയാണെങ്കിൽ പണിയൊക്കെ ഉണ്ട്, ഇല്ലായികൊന്നുമില്ല. തുണികൾ മുറ്റത്ത് കഴുകാനുള്ള തുണികളുണ്ട്. വേണമെങ്കിൽ അടിച്ചു വാരൊക്കെ കാലത്ത് കഴിഞ്ഞതാണ്. പിന്നെ കുറച്ച് തുണി മടക്കി വയ്ക്കാൻ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചൂട് കാരണമാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത്തിരി ക്ഷീണം കൂടുതലാണ്. ഉറക്കവും കൂടുതലാണ് കേട്ടോ. പരമാവധി കൂടുതൽ സമയമൊക്കെ ഉറങ്ങുന്നുണ്ട്. രാവിലെ 6 മണിയായിട്ട് ഇന്ന് എഴുന്നേറ്റിട്ടുള്ള ഉറക്കമൊക്കെ മതിയായിട്ട് എഴുന്നേറ്റിട്ടുള്ള. എന്നാലും എന്തോ ഉറക്കം പിന്നെ ചൂടിൻ്റെ ആയിരിക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. എന്നാൽ കൂടി എന്താ പറയുക, പോരാത്ത പോലെയാണ് തോന്നുന്നത് കേട്ടോ. അത്ര ചൂടല്ലേ ഇപ്പം, വല്ലാത്ത ചൂട് അല്ലേ. അങ്ങനെ ഇതാ പാത്രം കഴുകൽ ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇതാ ചോറൊന്ന് വാർത്ത് വെച്ചു. അപ്പോഴേക്കും എന്താ ഞാൻ വൃത്തിയാക്കി കേട്ടോ. കാര്യമായിട്ടൊന്നുമില്ല വൃത്തിയാക്കി. അടിഭാഗം പിന്നെ ഒരു വെള്ളമൊക്കെ കോരി വെച്ചിട്ടൊരു വൃത്തികേടുണ്ട്. മോൾ ഭാഗം പിന്നെ വലിയൊരു വൃത്തികേടെന്നൊന്നും പറയാനില്ല. അവിടേക്ക് ഒന്ന് പറ്റണ പോലെയൊക്കെ ഒന്ന് തുടച്ചിട്ടും. പിന്നെ ഞാനവിടെ കുറച്ച് നേരമൊക്കെ കിടന്നു. പിന്നെ ചേട്ടൻ വന്നപ്പോഴാണ് ക്യാമറ എടുത്തത്. ചേട്ടൻ്റെ കൂടെ നമ്മുടെ ആ കാന്താരി പൂച്ചക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ, എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാനായിട്ട്. അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു പാത്രമാണത്. നല്ല ഭംഗിയുണ്ട് അല്ലേ. പക്ഷേ കുറേ പ്ലാസ്റ്റിക് പാത്രങ്ങളുണ്ട് ഇപ്പോൾ. അത് കാരണം ഞാൻ ഒരെണ്ണം മാത്രം പുറത്തെടുത്ത് വെച്ച് ബാക്കിയുള്ളത് ഒരു കവറിൽ കെട്ടി എടുത്ത് വെച്ചു. ആവശ്യമാകുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എനിക്കിങ്ങനത്തെ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഇത്തിരി വലുപ്പമുള്ളതായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു എന്ന് തോന്നി. പിന്നെ ഞാൻ വന്ന് ആ പരിപ്പൊന്ന് കഴുകി കാട്ട്. ചേട്ടന് പിന്നെ വരുമ്പോൾ തന്നെ ഫുഡ് കഴിക്കണം നിർബന്ധമില്ല കേട്ടോ. വരുമ്പോൾ തന്നെ ഒരു നാരങ്ങ പിഞ്ഞ് വെള്ളം കുടിക്കുകയാണ് ചെയ്യുക. എന്നിട്ട് പിന്നെ അവിടെ ഇരിക്കും. പിന്നെ നമ്മൾ വാങ്ങിച്ച ആ സ്നാക്ക് കൊടുത്തു. ചേട്ടനും പിന്നെ ആദ്യത്തെയും കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് ചേട്ടനെ അവിടെ വെച്ചു. ആദ്യത്തിനാണല്ലോ അങ്ങനത്തെയൊക്കെ കണ്ണി കണ്ടതൊക്കെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അതവിടെ വെച്ചു. പിന്നെ ഇതാ പരിപ്പ് അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ആ നേരം കൊണ്ട് അതിലേക്കുള്ള ഉള്ളിയും
മുളക് ചതച്ചത് പോരായി ഉണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്ത് വേറെ ചതയ്ക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചതച്ച് റെഡിയാക്കി വെച്ചു കേട്ടോ. പിന്നെ ഒരു അച്ചാറും കൂടി ഇന്ന് കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു അച്ചാറാണ് കേട്ടോ. എന്താ പറയുക, ഇപ്പോൾ പെട്ടെന്ന് തന്നെ 2 മാങ്ങ കയ്യിലുണ്ട്, ഒരു അച്ചാറാക്കണം എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഉണ്ടാക്കണ രീതിയിലുള്ള ഒരു അച്ചാറാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതാ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ചതച്ച മുളകും കൂടി ഇട്ട് മൂപ്പിച്ചു. കറിവേപ്പിനും കൂടി ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ കഴിഞ്ഞു. എന്നിട്ട് നമ്മുടെ പരിപ്പ്, തക്കാളി ഇടണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല, അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല തക്കാളി ഇടുന്നത്, എന്നാലും ചെറിയൊരു പുളി ഉണ്ടായ അടിപൊളിയല്ല. അപ്പോൾ അങ്ങനെ അത് ഒഴിച്ചിട്ട് പിന്നെ ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്ത് അവിടെ വെച്ചു കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ചിട്ട് പിന്നെ ഒരു 3 മാങ്ങ എടുത്തിട്ട് ഇങ്ങനെ കൊത്തി അരിയില്ലേ, കുനുകുനും തന്നെ അരിയുക, അങ്ങനെ അരിഞ്ഞിട്ട് ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അരിഞ്ഞ് നന്നായിട്ട് ഉപ്പ് പുരട്ടി ഒരു ഭരണിയിലൊക്കെ ആക്കി വെക്കുകയെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ ആക്കി വെക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ എടുത്ത് അച്ചാറിടാം കേട്ടോ. ഒന്നിച്ച് അച്ചാറിട്ട് വെക്കണേറ്റും നമുക്ക് പെട്ടെന്ന് തന്നെ സമയ ലാഭമൊക്കെ അതല്ലേ. അപ്പം അങ്ങനെ അതാ കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് മിക്സ് ചെയ്തിട്ട് മിനിമം 10 മിനിറ്റെങ്കിലും വെക്കുക. അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ വെക്കുകയെന്ന് വെച്ചാൽ കുറച്ചും കൂടി നല്ലതാണ്. ഞാനൊരു 10 മിനിറ്റാണ് വെച്ചിട്ടുള്ളൂ. അതിലേക്കുള്ള ഐറ്റംസ് തയ്യാറാക്കണം അത്രയും നേരം മാത്രം കേട്ടോ. പിന്നെ തോലൊന്നും ചെത്തിയിട്ടില്ല, വെറുതെ കുനുകുനുന്നെ അങ്ങനെ അരിയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താ, ഞാൻ പാത്രമൊക്കെ അടുപ്പത്ത് വെച്ചു, ബാക്കിയുള്ളതൊക്കെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാറില്ല, ഞാൻ എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ കേടാവാതിരിക്കാനാണ് എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കുക. വെളിച്ചെണ്ണ ആയാലും മതി. ഇപ്പം പിന്നെ നമുക്ക് 2 ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3-4 ദിവസം കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാമല്ലോ, അങ്ങനെ കേടാവാണ്ടിരിക്കാനൊക്കെ. പണ്ടൊക്കെ എന്ന് പറയുന്നത് ഈ മാവിൻ്റെ ചുണയുണ്ടല്ലോ, അതൊക്കെ വിനാഗിരി അല്ലെങ്കിൽ എണ്ണ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേടാവാണ്ട് സൂക്ഷിച്ചിരുന്നത് കേട്ടോ. വിനാഗിരിയും ഞാൻ ഒഴിക്കാറില്ല, അങ്ങനെ കേടാവണ സമയമൊന്നും വരെ ഇരിക്കില്ല. അപ്പോൾ ഇത്തിരി എണ്ണ ഒഴിച്ച് ഇത്തിരി കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഇത്തിരി വെളുത്തുള്ളി ചതച്ച് ചേർത്ത്, ഇഞ്ചി ചതച്ച് ചേർത്ത്, കുറച്ച് കറിവേപ്പില കേട്ടോ. പെട്ടെന്ന് തന്നെ ഞാൻ പറയില്ല, ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്ത് തോലോട് കൂടി ചതച്ചിടുക. അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് കഴുകി തോല് കളഞ്ഞ് ചതച്ചിടുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ അത് മൂത്തതിന് ശേഷം മാത്രം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂക്കണം കേട്ടോ. കാശ്മീരി മുളക് പൊടി ഇടാം. ഇത്തിരി കുറവായാലും കുഴപ്പമില്ല, ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇടാം. കൂടുതലാവണ്ട എപ്പോഴും മുളക് പൊടിയൊന്നും. കാശ്മീരി ആയാലും ചില നേരത്ത് ഇടുമ്പോൾ നല്ല എരിവുണ്ടാവും. എനിക്ക് തോന്നുന്നു നല്ല മുളക് പൊടി പൊടിച്ചിട്ട് ഒരു കളർ ചേർക്കുന്നതാണോ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ കാശ്മീരി ഉപയോഗിച്ചാലും നല്ല എരിവൊക്കെ വരും കേട്ടോ. അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചിട്ടാണ് ഞാൻ ചെയ്യുള്ളൂ. പിന്നെ ഉലുവയും കടുകും വെറുതെ വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് വറുത്തിട്ട് പൊടിച്ചത് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ സ്റ്റോക്ക്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് എടുക്കണതിൻ്റെ പകുതി മാത്രം എപ്പോഴും ഉലുവ എടുക്കാൻ പാടുള്ളൂ. പിന്നെ കായത്തിൻ്റെ പൗഡറും കൂടിയിട്ട് മിക്സ് ചെയ്തു. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ അച്ചാറിൻ്റെ പണി എന്ന് പറയുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടി ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കണതിൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കില്ലല്ലോ. നമ്മുടെ ഷോർട്ട് വീഡിയോകളൊക്കെ ഉള്ള വ്യൂസ് പോലെ ഇതിലും കൂടി ഒന്ന് വ്യൂസ് വന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു.